യാസീൻ ആൻഡ് ഫാമിലി. ഹായ്. ഞാൻ ഇവനെ കുഞ്ഞാവാന്ന് വിളിക്കാം. കുഞ്ഞാവ. യാസീന്റെ 1 million സെലിബ്രേഷൻ വീഡിയോന്റെ അവിടെ ഉപ്പ കമന്റ് ചെയ്തിരിക്കണോ, പ്രൗഡ് ഓഫ് യു മൈ ബോയ് എന്നോ അങ്ങനെ എന്തോ. അത് ഉപ്പല്ല, ഞാൻ കേറിയിട്ട് ഉപ്പാന്റെ ഇൻസ്റ്റഗ്രാം. ഉപ്പ് കല്യാണം കഴിച്ചിട്ട് എത്രയായി? 30 വർഷം. എങ്ങനെ കൊണ്ടുപോകുന്നു സ്മൂത്ത് ആയിട്ട്? ഒരു ദിവസം 100 വട്ടം ചൂടാവും. അതിന് 100 വട്ടം ചൂടാണെങ്കിൽ 110 പ്രാവശ്യം സ്നേഹം കാണിക്കുകയും ചെയ്യും. അന്ന് അവർക്ക് കൂടുതൽ സ്നേഹത്തിനേക്കാളും വേണ്ടെന്നറിയാം. എവിടെ ചെയ്തെന്നല്ല പറഞ്ഞോ, ഇവളും ചെയ്യില്ല. അതിന് കാരണമുണ്ട്. എന്തറിയോ, ഒന്നും ഞാൻ അവളെ പേരിൽ കൊടുത്തിട്ടില്ല. എല്ലാം എന്റെ പേരിലാണ്. അവളൊന്നും ചെയ്യില്ല. അതൊന്നും ഇത്രയും വർഷം നമ്മൾ സ്നേഹം കൊണ്ടാണ് ആൾക്കാർ നിൽക്കണത്. ഇവിടെ സ്നേഹം തന്നെ, ഇപ്പോൾ സ്നേഹം അറിയോ. സ്നേഹം ഇല്ലാന്ന് പറഞ്ഞാല് നാളെ ഫുഡ് കിട്ടൂല. എന്ത് തോന്നുന്നു ഇവരുടെ പ്രണയകഥ കേട്ടിട്ട്? ഒരാള് വഴി തങ്ങൂലല്ലോ. ഇപ്പൊ ഉപ്പയ്ക്ക് ഇതേപോലെ ഇൻസ്റ്റഗ്രാം ഒക്കെ ഉണ്ടായിട്ട് ഇതേപോലെ പെമ്പിള്ളേരൊക്കെ മെസ്സേജ് ചെയ്തിരുന്നെങ്കിൽ ഈ പയ്യനെ പോലെ നല്ല ഡീസന്റ് ആയിട്ട് റിപ്ലൈ കൊടുക്കാണ്ടിരിക്കുമായിരുന്നോ? ഞാൻ ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത സമയത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്, നേരിട്ട് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാ പ്രേമലേഖനങ്ങളാണോ? ലേഖനം കൊടുത്തിട്ടുണ്ട്, തിരിച്ചു തന്നിട്ടുണ്ട്, നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഗായ്സ്, ഐസ് ആൻഡ് ദ പെൻഗ്വിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പൂജ കൃഷ്ണ. സോ എൻ്റെ കൂടെ വന്നിരിക്കുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ വളരെയധികം നമ്മുടെ ആൾക്കാർ അവരുടെ വീട്ടിലത്തെ കാര്യങ്ങൾ അറിയാറുണ്ട്, അവരുടെ വ്ളോഗ് കാണാറുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കൂടെ ആൾക്കാർ ട്രാവലും ചെയ്യാറുണ്ട്. അപ്പോൾ ആരാ നിങ്ങൾക്കൊരു ചെറിയ ഗസ്റ്റ് ഉണ്ടാവും. ഹായ് യാസീൻ ആൻഡ് ഫാമിലി. ഹായ്. അയ്യോ എന്ത് ഡീസൻ്റ് ക്യാമറ തീരാനില്ല മുന്നേ. ഓക്കെ, ഇത് യാസിൻ്റെ ഉമ്മയാണ് റംല, ഇത് യാസിൻ്റെ വൈഫ് ഷിൻഷിത ആൻഡ് യാസിൻ്റെ ഫാദർ ബഷീർ അല്ലേ? ഉപ്പ ഭയങ്കര ഓളാണ്. എന്ത് പറയുന്നു? ഹൗ ആർ യു എല്ലാവരും? നമ്മള് ആക്ച്വലി മെയിനായിട്ട് നമ്മളിപ്പോൾ വയനാടാണ് വന്ന് നിൽക്കുന്നത്. യാസിൻ്റെ വീട് വയനാടാണ്. ഇപ്പോൾ വയനാടിൻ്റെ ഏതാണ്ട് ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പം എല്ലാം ഓക്കെ ആയിട്ട് വരുന്നുണ്ടോ? ഓക്കെ ആയിട്ട് വരുന്നു. നമ്മളെ ഈ ദുരന്തം നടന്ന സ്ഥലം ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ ടൈമിലായിരുന്നു ഈ കാര്യങ്ങളൊക്കെ നടന്നത്. അതുകൊണ്ട് നമ്മൾ കല്യാണം കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ ഓക്കെ ആയിട്ട് വരുന്നു. ഇപ്പോൾ അങ്ങോട്ടേക്ക് ആളെ വിടൂല. ഓക്കെ വരുന്നു. ഇപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ വേറെ ടൂറിസ്റ്റ് അങ്ങനെ ടൂറിസ്റ്റ് അല്ല, വേറെ പുറത്തുനിന്ന് ആൾക്കാർ ഇല്ല വിടില്ല. ID കാർഡ് അവിടെ വീട്ടുകാരാണെങ്കിലോ പിന്നെ നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോവുകയാണെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം ഈ ഒരു സമയത്ത് തന്നെയാണ് യാസിൻ്റെ കല്യാണം നടക്കേണ്ടിയിരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു 4 days പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതെല്ലാം ആക്ച്വലി നിർത്തി വെച്ചിട്ട് യാസിൻ നമ്മുടെ വയനാട്ടിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ എത്തിച്ചു. അപ്പോൾ ഇങ്ങനെ അത് ആക്ച്വലി ഭയങ്കര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഡിസിഷൻ ആയിരിക്കും അല്ലേ? അതെങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? ക്യാൻസൽ ചെയ്യാനുള്ള ഡിസിഷൻ അതായത് ഞാനറിയില്ലായിരുന്നു. നിക്കാഹ് ഉണ്ടായിരുന്നു ജൂലൈ 28-ന്. ആഗസ്റ്റ് 4-ാം തീയതി ആയിരുന്നു നമ്മളെ ഇവിടുത്തെ പരിപാടി. അതായത് ഞങ്ങളിവിടെ കല്യാണം എന്ന് പറഞ്ഞ് ശീലമായി. അവിടെ നിക്കാഹ്, ഇവിടെ കല്യാണം. ശരിക്കും ഇവിടെ റിസപ്ഷനാണ്. ഞങ്ങൾ പറഞ്ഞ ശീലമായതുകൊണ്ട് കേട്ടോ. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞു 2 days 30-നാണല്ലോ ഇത് ഇവിടെ പൊട്ടുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റപ്പോൾ ഒരു 10:30 ഉണ്ടാവും അല്ലേ? അപ്പത്തിനും ഇത് എല്ലാവരുടെ അടുത്തും എത്തിയിട്ടുണ്ട്. ഞാനിതൊന്നും അറിഞ്ഞില്ല. ഞാൻ ഇവളെ വീട്ടിലായിരുന്നു, അവിടെ കൊടുങ്ങല്ലൂർ, വൈഫ് ഹൗസ് കൊടുങ്ങല്ലൂർ. ഇവിടുന്ന് കുറേ ദൂരമുണ്ട്. അപ്പോൾ അന്ന് വരാൻ നിൽക്കുകയായിരുന്നു. അപ്പം അപ്പോഴാണ് ഇതിങ്ങനെ പൊട്ടുന്നത്. അപ്പത്തിനും ഞാൻ താഴെ ചെന്നപ്പോൾ എല്ലാവരും എൻ്റെ മുഖത്താണ് നോക്കുന്നത്. എന്തോ വയനാട് എന്തോ സംഭവിച്ചു. അപ്പോഴാണ് ന്യൂസൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിയതും പിന്നെ ഫുള്ള് പ്രശ്നങ്ങളായി. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ച് ചെറുതെന്തോ ഇത്ര പേരൊന്നും മരണപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന്. പിന്നീടാണ് ഇതിൻ്റെ ഒരു വലിയൊരു വ്യാപ്തി അറിയുന്നത്. ഇത്ര പേര് മരണപ്പെട്ടു എന്നൊക്കെ അറിയണം. അപ്പോൾ നമ്മൾ ആ ഒരു പരിപാടി, ഞാനൊരു യൂട്യൂബർ കൂടി ആണല്ലോ, അപ്പം നമ്മളെ പരിപാടി കുറച്ച് ഓളം കൂടുതലായിരിക്കുമല്ലോ. അപ്പം ഞാനിവിടെ 4 ദിവസത്തെ പരിപാടിയാണ് പ്ലാൻ ചെയ്തത്. 1, 2, 3, 4. 1-ാം തീയതി ബാച്ചിലർ പാർട്ടി, ഗ്രൂം ടു ബി, അങ്ങനെ ഒരു ഓളം. 2-ാം തീയതി രംഗോലി എന്ന് പറഞ്ഞ പരിപാടി, എനിക്കറിയില്ല ആ ഒരു പരിപാടി. 3-ാം തീയതി തലേന്ന് ഇവിടെ വെഡ്ഡിങ് തലേന്ന് DJ എല്ലാം സെറ്റ് ചെയ്തിട്ട് എല്ലാം ബുക്ക്ഡാണ്. പിന്നെ 4-ാം തീയതി ഇവിടെ മെയിൻ പ്രോഗ്രാം. അപ്പം ആ സമയത്ത് നമ്മൾ പ്രോഗ്രാമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിഷയവും. ഇവിടെയൊക്കെ വെച്ച് വീട്ടിലാണ് DJ 8000 വാട്ട്സിൻ്റെ DJ തോന്നൂല. അപ്പം എല്ലാവരും പറഞ്ഞ ആദ്യം പരിപാടി ചെറുതാക്കാൻ.
അപ്പോൾ ഞാൻ ചെറുതാക്കാൻ ഒട്ടും താല്പര്യമില്ല. നടത്തുകയാണെങ്കിൽ ഗ്രാൻഡായിട്ട്. കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ആഘോഷമാണ്, ഡ്രീമല്ലേ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും വരണം, എല്ലാവരും പങ്കെടുക്കണം. പിന്നെ അളിയൻ്റെ വീട്, എൻ്റെ സ്വന്തം അളിയൻ്റെ വീട് മേപ്പാടിയാണ്. അതായത് ഈ ദൂരം കുറച്ചുകൂടി എടുത്ത് 10 കിലോമീറ്റർ എടുത്ത്. നമ്മൾ ഡയറക്റ്റ് കല്യാണം വിളിച്ച ആർക്കും ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. അപ്പം എല്ലാവരും വിളിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ് ക്യാൻസൽ ചെയ്താണ്, ഇപ്പൊ തൽക്കാലത്തേക്ക് വേണ്ട. കാരണം ആ ടൈമില് ഇപ്പൊ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞപ്പോ വേറെ കുറെ പേര് ഇനി എന്താ കല്യാണമേ വേണ്ട വെച്ചോ, അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ വന്നു. അത് എന്റെ അബദ്ധം പറ്റിയതാണ്. അത് എന്താ അങ്ങനെ ഒരു വീഡിയോയില് കറക്റ്റ് ക്ലാരിറ്റിയിൽ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞപ്പോ വീഡിയോ ഒരെണ്ണം ഞാൻ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുണ്ടോ, കുപ്പിവെള്ളം. അതായത് എന്റെ ഫോട്ടോ ഒക്കെ അതാണ് അബദ്ധം പറ്റിയത്. അത് കൊടുക്കാൻ നേരത്തെ പെട്ടെന്ന് ഒരുത്തം വീഡിയോ എടുത്താണ് എന്റെ കൂടെ ഉള്ളത്. അപ്പം ഞാൻ മറന്നു, നമ്മളെ മനസ്സിലുണ്ടല്ലോ ഇത് ഇന്നതാണ്. പക്ഷെ നിങ്ങളോട് പറയുമ്പോൾ അത് പറയാൻ പറ്റിയില്ല എനിക്ക്. അത് ഭയങ്കര 60 ലക്ഷം ആൾക്കാരും കണ്ട്. അതിലാണ് പിന്നീട് എല്ലാവരും വിളിച്ചു ചോദിക്കാൻ തുടങ്ങി, കല്യാണം എന്താ ക്യാൻസൽ ചെയ്ത്. ഇപ്പോഴും നമ്മള് ഹണിമൂൺ പോയപ്പോ ജസ്റ്റ് ഇവിടെ അടുത്ത് പോയപ്പോ ആൾക്കാർ ഇത് ചെയ്താ പെണ്ണ് അതെന്നെയാ പെണ്ണ് ആൾക്കാർ വീഡിയോ കാണാം. എന്തോ ഇതൊക്കെ കേൾക്കുമ്പോ എന്താ തോന്നണ? ചിലൊരു പകുതി കണ്ടോരും അങ്ങനെയൊക്കെ കണ്ടു വന്നോരൊക്കെ അല്ല, അതില് കല്യാണം ക്യാൻസൽ ചെയ്തെന്നാണ് പറയണേ. അപ്പൊ ആൾക്കാർക്ക് അതൊരു മിസ്കമ്മ്യൂണിക്കേഷൻ ആയിന്നുള്ളൂ. അല്ല, എല്ലാരും കാണുമ്പോ ചോദിക്കും ഇത് ഇപ്പം ക്യാൻസൽ ചെയ്ത കല്യാണം, അപ്പൊ ഇത് ചെയ്ത പെൺകുട്ടി. ഇത് പറഞ്ഞപ്പോഴാണ് നമ്മൾ സാധാ വീട്ടുകളിലൊക്കെ പെണ്ണ് കാണലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു, ചായ കൊടുക്കുന്നു, പിന്നെ ആദ്യം വീട്ടുകാരാണ് പെണ്ണിനെ ആദ്യം കാണുന്നത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചായി, ചെറുക്കം കണ്ടിട്ട് പിന്നെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കായിരുന്നു. അതെങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു? ഉമ്മക്കാരെ പ്രതീക്ഷിച്ചില്ലല്ലോ മരുമോളാണ് വന്ന് സെർവ് ചെയ്യുന്ന ഇല്ല അതെങ്ങനെയുണ്ടായിരുന്നു? പ്രതീക്ഷിച്ചില്ല. എന്താ പറയാ, നമ്മളിങ്ങനെ സാധാ ഒരു പെണ്ണ് വന്നിങ്ങനെ നിൽക്കും പോലെ നിന്ന്, പക്ഷെ ഓന് പെണ്ണിനിങ്ങനെ ചാരി നിൽക്കുന്നത്. അപ്പൊ എന്റെ മനസ്സിലൊന്ന് ഇവനെന്താ ഞാൻ ഇവനെ കുഞ്ഞാവാന്ന് വിളിക്കുക, കുഞ്ഞാവ. ഞാൻ ഇങ്ങനെ മനസ്സൊന്നു വെച്ച് കുഞ്ഞാവ് എന്താ ഓളെ ചാരി നിൽക്കുന്നത്. നമ്മൾ അറിയുന്നില്ലല്ലോ. ഞാൻ കണക്കാക്കിയ ഒരു വെയിറ്റർ ചാരി നിക്കാണോ എന്താണോ നമ്മൾ നോക്കട്ടെ. ഞാനത് ശ്രദ്ധിച്ചു, ഇവനെന്താ ഇങ്ങനെ ഓളെ ചാരിയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ല. ഫുഡ് കഴിക്കല്ലേ, ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ മാസ്ക് എടുത്തിട്ട് എന്തിനും മനസ്സിലായില്ല. കാരണം ഓളെന്നോട് 4 ദിവസം 22-ാം തീയതി വരുന്നെന്ന് പറഞ്ഞത്. അന്നത്ര 17-ാം തീയതിക്കുള്ളൂ. രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതാ, ഉമ്മ ഞാനിങ്ങനെ റേഞ്ചില്ലാത്ത സ്ഥലത്താണ്, കാരണം ഇനി ഞാൻ പൈസ കയറ്റുന്നില്ല മൊബൈലിൽ. അതൊക്കെ ഇവിടുന്ന് ഈ കൽപ്പറ്റെന്ന് പറയുന്നത്, ഇതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. പിന്നെ ആകെ എന്താ പറയാ, നാട്ടിലെ നമ്പറിനല്ലേ വിളിച്ചേ? വാട്സപ്പ് കോള് ചെയ്യാ. ഇവനും പിന്നെ കൊറേ വന്നിട്ട് നോണൊക്കെ പറഞ്ഞു. പിന്നെ അത് ഞങ്ങളാകെ എന്താ പറയാ സ്റ്റക്കായി. കാരണം എണീക്കാൻ പറ്റാത്ത എങ്ങനെ എന്താ പറയാ, ആകെ 1 year ആയിട്ട് വീഡിയോ കോളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പെട്ടെന്ന് കാണുമ്പോ അപ്പൊ ഷിൻഷിതയ്ക്ക് എന്തായിരുന്നു ഇമോഷൻ ഉമ്മേനെ കണ്ടപ്പോ? പേടിയുണ്ടായിരുന്നു. എങ്ങനെയാ പേടി? നമ്മള് ഫസ്റ്റ് ടൈം കാണാൻ പോവാ. അല്ല, നല്ല ഉമ്മയാണ്. ഓക്കെ, ഉപ്പേനെ പറ്റോ? ഉപ്പ സംസാരിച്ചോ? ഉപ്പ 5 മിനിറ്റ് സംസാരിച്ചോ? ഷിൻഷിത അത് അറിഞ്ഞുകൊണ്ടാണ്, മറ്റുള്ളവരൊക്കെ അത് അറിയാത്തതാ. ആരും അറിഞ്ഞില്ലല്ലോ. അതെനിക്ക് മനസ്സിലായില്ല വീഡിയോ കണ്ടപ്പോ. ഇവർക്ക് രണ്ടുപേർക്കും അറിയായിരുന്നു, പക്ഷെ ബാക്കി ആർക്കും അറിയണ്ടായിരുന്നില്ല. ഉപ്പയ്ക്ക് ഒട്ടും അറിയണ്ടായിരുന്നില്ല. ഉപ്പ് കൂളായിട്ട് ഫുഡ് കഴിച്ചിരുന്നു അല്ലേ? ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചു, അതായത് നമ്മുടെ യാസിന്റെ 1 million സെലിബ്രേഷൻ വീഡിയോന്റെ അവിടെ ഉപ്പ കമന്റ് ചെയ്തിരിക്കണോ, അതായത് പ്രൗഡ് ഓഫ് യു മൈ ബോയ് എന്നോ അങ്ങനെ എന്തോ ഓർമ്മയുണ്ട് ഉപ്പയ്ക്ക്? അത് ഉപ്പല്ല, ഉപ്പന്നെ കമന്റ് ചെയ്തത് അല്ല. ഞാൻ കേറിയിട്ട് ഉപ്പാന്റെ ഇൻസ്റ്റാഗ്രാം എന്റെ ഫോണ് എന്റെ അറിവില്ലാതെ യൂസ് ചെയ്യുന്നുണ്ടില്ലേ? ഞാൻ വിചാരിച്ചേ ഉപ്പ എല്ലാ വീഡിയോക്ക് കമന്റ് ചെയ്തു. ഉപ്പ മലയാളത്തിൽ കമന്റ് ചെയ്ത ഉറപ്പിച്ചു അത് ഉപ്പച്ചി. മംഗ്ലീഷില് കമന്റ് ചെയ്യാണ് ഞാൻ. അല്ല, ഇത് എന്തിനാ കമന്റ് ചെയ്തത്? അത് തെറ്റല്ലേ? ഇല്ല, ഇൻസ്റ്റാഗ്രാമൊക്കെ നമ്മളാണല്ലോ ഓപ്പൺ ചെയ്തൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ നോക്കും. അന്ന് ഞാൻ വീഡിയോ ഇട്ട് ചാർജ് ഇല്ല, ഫോൺ കുത്തിയിട്ട് നോർമലി വ്യൂ നോക്കാൻ വേണ്ടിട്ട് കേറി. അപ്പൊ കേറിയപ്പോ എന്തായാലും
എല്ലാരും നല്ല കമന്റ് ഇടുന്നത്. ഉപ്പച്ചി പറയൂ എന്തെങ്കിലും കമന്റ് ഇടുന്ന് പറയൂ. ഞാൻ തീരെ കമന്റ് ഇട്ട് എനിക്ക് അറിയില്ല. അപ്പൊ ഉമ്മയുടെ നിന്ന് കമന്റ് ഇടാറുണ്ടോ? ഉമ്മാക്ക് ഇൻസ്റ്റാഗ്രാമില്ല, യൂട്യൂബ്. യൂട്യൂബിൽ ഒന്നിലും കമന്റ് ഇടാൻ എനിക്ക് അറിയില്ല. ഇനി അഥവാ കമന്റ് വന്നാൽ വായിക്കണം തന്നെ ക്ലാസ് എടുക്കണം. അതല്ല, അപ്പൊ ഇങ്ങനത്തെ ഒരു കമന്റ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞില്ല അല്ലേ? ഇല്ല അല്ല പിന്നെ അറിഞ്ഞു തോന്നുന്നു. പിന്നെ നോക്കി വെറുതെ പറയാ, അറിഞ്ഞിട്ടില്ല. ഉപ്പ ഇപ്പഴാ അറിയണത്. ഞാൻ നോക്കാറുണ്ട്. ഉപ്പയുടെ ഇൻസ്റ്റഗ്രാം പേരെന്താണ്? മറ്റേ ബഷീർ സോഡ. ബഷീർ സോഡ. അതെന്താ? അത് അവിടുന്ന് ഉണ്ടാക്കിയത്. അത് ഞാൻ ഗൾഫിലുള്ള സമയത്ത് എന്ത് സോഡ ഇഷ്ടം? അല്ല, അത് ഫാമിലി ഇരട്ടപ്പേരില്ലേ? ഓ, ഇരട്ടപ്പേര് ഇട്ടോ ഇൻസ്റ്റയില്? അത് ഇരട്ടപ്പേര് വന്ന സോഡാന്ന്? അത് എന്റെ ഫാദറിന് ഒരു സോഡ കച്ചവടം ഉണ്ടായിരുന്നു. എനിക്കൊണ്ട് ഓർമ്മയില്ല. സത്യം എനിക്ക് ഓർമ്മയില്ല. അതങ്ങനെ ഞങ്ങളൊരു വലിയൊരു ഫാമിലിയാ. എന്റെ വീട്ടിൽ കൊണ്ട് ഒരു ഇഷ്ടപ്പേര് പറയാൻ പറ്റില്ല. എന്നാലും രണ്ടുപേര് പറഞ്ഞാൽ മതി. പരുന്ത്. അല്ല അത് പശുവിന് കൊടുക്കുന്നതാണ്. പിണ്ണാക്ക്. ഓളെ വെല്ലിപ്പാക്കി പിണ്ണാക്ക് കച്ചവടം. എന്താലേ പണ്ടുള്ളവരും അല്ല, ഇരട്ടപ്പേര് ഒരു 100-ൽ 90 ആൾക്കാർക്കും ഇരട്ടപ്പേരുണ്ടാവും. ഫാമിലി എനിക്കില്ല. ഉണ്ടാവും. ഇല്ലാന്ന് നിങ്ങൾ പറയണ്ട, ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അത് ശരിയാണ്. പിണ്ണാക്കുന്നുണ്ടോ? ഇതൊരു പറഞ്ഞില്ലല്ലോ. നാളെ എന്തേലും വരുമ്പോ നോക്കിക്കോട്ടാ ഉമ്മേനെ. എല്ലാരും അറിയോട്ടെ നീ. അത് ഇനിയിപ്പോ എല്ലാരും അറിഞ്ഞത്. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൂ. ഉമ്മ പറയൂ, എങ്ങനെയുണ്ട് ഈ എന്താ പറയാ നമ്മള് പുതുമോടി? അതന്നെ അത് ഇവരെ കൊണ്ടാ എന്താ പറയാ, ഇവരെന്താ നല്ല മോളും. മോന്റെ പിന്നെ പറയണ്ടല്ലോ. മോന് പിന്നെ മോനെ പറ്റി നമുക്ക് പറയാനില്ല. ശരിക്കും ഒന്നും പറയാനില്ല. ദേഷ്യമാണ് അത്. വേഗം എങ്ങനെ എന്താ പറയാ, പെട്ടെന്ന് ഉണ്ടാവും. അതിന്റെ കാരണം മോനെ കാണാൻ തുടങ്ങിയിട്ട് 30 വർഷമായി. ഇവളെ കാണാൻ തുടങ്ങിയിട്ട് ഒരു 6 മാസമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് അത്. ഉപ്പ പറഞ്ഞ എന്താണ് അഭിപ്രായം? രണ്ടുപേരും ഒത്തുപൊട്ടത്തിലുള്ള എവിടെയെങ്കിലും തടസ്സം വരാതെ മുന്നോട്ട് പോട്ടെ ആണല്ലേ? അത്രേ ഉള്ളൂ. ഇപ്പൊ ഇവര് തമ്മിൽ തല്ലിവിടാറുണ്ടോ? ഉപ്പ നല്ല ഉപ്പോട് ആയിട്ടില്ല അല്ലേ? ഓന് വേഗം എന്താ പറയാ, ഒരു ക്യാമറ ഇങ്ങനെ പിടിക്കുന്ന ഞാൻ ഇങ്ങനെ കഴിപ്പോ ഇവിടെ ആയാലും അപ്പൊ ദേഷ്യം പിടിക്കും. അത്രയും ദേഷ്യക്കാരനാണ്. ഭയങ്കര ദേഷ്യക്കാരനാണ്. നമ്മള് കണ്ടാ പറയില്ല കേട്ടോ. ഫുൾ ടൈം ചിരിച്ചോണ്ടിരിക്കുന്ന ആള്. ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ദേഷ്യം വരുന്നത് എന്താ യാസിന്ന്? അതിപ്പോ കൊറേ എപ്പോഴും ദേഷ്യപ്പെട്ടു. എപ്പോഴും നമ്മളവിടെ പോവാണെങ്കിൽ പെട്ടെന്ന് റെഡി ആയിക്കൊള്ളണം. എവിടെ പോയാൽ പെട്ടെന്ന് ഇറങ്ങിക്കൊള്ളണം അവിടുന്ന്. ഇപ്പൊ ഇന്ന് തന്നെ എന്തോ അടിയിലൊരു ഇന്ന് ഒരു നമ്മള് റഷ്യക്ക് പോവാൻ വേണ്ടിട്ട് സാധനങ്ങൾ മേടിച്ചായിരുന്നു. അപ്പൊ അൺബോക്സ് നമ്മൾ ഇങ്ങനെ കാണിക്കുമല്ലോ. അപ്പൊ അതിന്റെ ക്യാപ്ഷന്റെ ഒരു ഫോട്ടോ. ഞാൻ മേലെ ഇങ്ങനെ ഇറങ്ങി വരാം. നീ വരുന്നുണ്ടോ? വരുന്നുണ്ടോ? ഇപ്പൊ ഇല്ലെങ്കിൽ വരണ്ട, അവിടെ ഒന്നോ. അങ്ങനത്തെ ഒക്കെ ദേഷ്യം. ഉപ്പ അതായതേ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു 2 വർഷമൊക്കെ ഭയങ്കര സൂപ്പർ ആയിരിക്കും എന്ന് പറയാനുള്ള കാരണം എന്താ? അത് കൂടുതൽ പരിചയപ്പെട്ടില്ല, അതുകൊണ്ടാണ്. കൂടുതൽ പരിചയപ്പെടുന്നു അടുക്കും തോറും ചിലതിട്ടോ അകലാൻ സാധ്യതയുണ്ട്. ഉപ്പ് കല്യാണം കഴിച്ചിട്ട് എത്രയായി? 30 വർഷം അല്ലേ? 30 വർഷം. എങ്ങനെ കൊണ്ടുപോകുന്നു സ്മൂത്ത് ആയിട്ട് മറ്റേ ദാമ്പത്യ ജീവിതം? കാണുന്നവർക്ക് ചിലപ്പോൾ നമ്മള് എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ ഉള്ളിലൊന്നുമില്ല, ഞങ്ങള് ഹാപ്പിയാണ് അല്ലേ? ഉമ്മക്ക് എന്താ പറയാനുള്ളത്? അതന്നെ ഉമ്മക്ക് ഉണ്ടാവും, എന്നെ കുറിച്ച് പറയാനുണ്ടാവും. ഉമ്മ പറയും ഇപ്പൊ പെട്ടെന്ന് വേഗം ചൂടാവും. രണ്ടുപേരും ചൂടാവും ചെയ്യും, വേഗം തണുക്കുകയും ചെയ്യും. ആണോ? ഇവൻ അങ്ങനത്തെ ചൂടാവലൊന്നുമില്ല. ഉപ്പയാണ് ഏറ്റവും കൂടുതൽ ചൂടാവാറ്. ഇവര് അവര് ടീമായി. അത് എനിക്ക് ചൂടാനുള്ള ചെറിയൊരു മിസ്റ്റേക്ക് എന്താ അറിയോ, എനിക്കൊരു സ്റ്റോക്ക് വന്ന്, അതിന്റെ ഒരു കാരണമുള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു ദിവസം 100 വട്ടം ചൂടാവും. അതിന് 100 വട്ടം ചൂടാവെങ്കിൽ 110 പ്രാവശ്യം സ്നേഹം കാണിക്കുകയും ചെയ്യും. അത് പറയില്ല, നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ. അതല്ല, ഈ തുടക്ക കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ആള്? ഇതേപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കുവോ? ഉമ്മോടെ ചോദിച്ചത്. എപ്പോ കല്യാണം കഴിഞ്ഞു കൊടുന്നേ? ഇല്ല, അങ്ങനൊന്നും ഉണ്ടായില്ല. കല്യാണം കഴിഞ്ഞ് ഞാനാകെ 1 വർഷം ഉണ്ട്. പിന്നെ 1 വർഷം ഗൾഫിൽ പോയി.
പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് പിന്നെ ദേഷ്യമുള്ള സമയം കിട്ടിയില്ല. എന്താ അറിയോ, ഞാൻ KSRTC ഡ്രൈവറായിട്ട്. അപ്പൊ പിന്നെ രാവിലെ പോകും, വൈകിട്ട് വരും. പിന്നെ എന്തെങ്കിലും സംസാരിച്ച് ചായ കുടിച്ച് ഉറങ്ങാനുള്ള സമയമേ വീണ്ടും പിറ്റേന്ന് ഡ്യൂട്ടിക്ക് കൊണ്ടേ. അപ്പൊ മിസ് ചെയ്തിണ്ടാവില്ലേ? മിസ് ഡെയിലി ഇവിടെ തന്നെയല്ലേ, ഡെയിലി അങ്ങനെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഭർത്താക്കന്മാര് കുറച്ച് അടുത്ത് വേണമെന്നൊക്കെ ഇല്ലേ, ഉണ്ടായിരുന്നില്ലേ? ഗൾഫിലായിരുന്നു 16 വർഷം. 16 വർഷം ഗൾഫിലായിരുന്നു തോന്നുന്നു. വല്ലതും അറിയണ്ടായിരുന്നു ഇവിടുത്തെ വിഷമം? സൗദിയില് ഒന്നും അറിയൂല, വീടൊക്കെ ഉണ്ടാക്കിയ അന്നൊക്കെ അവർക്ക് ഒക്കെ ചെയ്തു. അന്ന് അവർക്ക് കൂടുതൽ സ്നേഹത്തിനേക്കാളും വേണ്ട എന്താ അറിയോ, ഈശ്വരാ. ക്യാഷാണ് വേണ്ടത്. സത്യം അല്ല, എവിടെ ചെയ്തെന്ന് അല്ല, ഇവള് ചെയ്തെന്നല്ല പറഞ്ഞോ, ഇവളും ചെയ്യില്ല, ഇവള് ചെയ്യില്ല. അതിന് കാരണമുണ്ട്. എന്തറിയോ, ഒന്നും ഞാൻ അവളെ പേരിൽ കൊടുത്തിട്ടില്ല, എല്ലാം എന്റെ പേരിലാണ്. അവളൊന്നും ചെയ്യില്ല. അതൊന്നല്ല, ഇത്രയും വർഷം നമ്മൾ സ്നേഹം കൊണ്ടാണ് ആൾക്കാർ നിക്കണത്. ഇവളെ കുറിച്ച് എനിക്കറിയാവുന്ന ഇവള് സ്നേഹം തന്നെ, ഇപ്പോഴും സ്നേഹം. അതന്നെ, ഇപ്പോഴും എന്തോരം സ്നേഹമാണ് മക്കളെ നോക്കാൻ. സ്നേഹമില്ലാന്ന് പറഞ്ഞില്ലല്ലോ. സ്നേഹമുണ്ട്. എന്തറിയോ, സ്നേഹമില്ലാന്ന് പറഞ്ഞാല് നാളെ ഫുഡ് കിട്ടൂല. ഞാനേ പുതുമോടികളോട് ഞങ്ങള് പോയാ മോടില്ലേ, ഇവര് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഇപ്പം എന്താ പറയാ, യാസിന് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോഴാണല്ലോ കല്യാണം കഴിഞ്ഞത്. അപ്പൊ മുന്നേ മറ്റേ ഫോൺ വിളി അല്ലെങ്കിൽ ടെക്സ്റ്റ് ആ സമയത്ത് ഇഷ്ടപ്പെട്ടിരുന്നിട്ട സമയത്തും അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞുള്ള സമയത്തുള്ള ഡിഫറൻസ് എന്തൊക്കെയാ? ഇഷ്ടപ്പെട്ടപ്പോ മീൻസ് ആ ടൈമിൽ നമ്മള് ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു. 1 month ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ പിന്നെ ഫുൾ ടൈം ലോങ് ഡിസ്റ്റൻസാ. അപ്പം ഇങ്ങനെ എനിക്കെന്ന് വെച്ചാൽ എപ്പോഴും അവിടെ നമ്മൾ ഒറ്റക്കാണല്ലോ. അപ്പം എപ്പോഴും ഇങ്ങനെ അടുത്തുള്ള ആരെങ്കിലും ഉള്ള ഫീല്. അപ്പൊ ഞാൻ എന്തെങ്കിലും വിളിക്കും, കോളിൽ സംസാരിക്കാനൊന്നുമില്ലെങ്കിലും ഫോൺ ഇങ്ങനെ വെറുതെ വെക്കും. അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്യും, പുള്ളിന്റെ കാര്യങ്ങൾ ചെയ്യും. 9 മണിക്കൂറൊക്കെ ഉണ്ടാവും കോള്. ഫോണുണ്ട്, അപ്പൊ ഒരു ഫോണ് ഫുൾ ടൈം കട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ ആക്ച്വലി ഇവരുടെ ലവ് സ്റ്റോറി നമുക്ക് അറിയില്ല അല്ലേ? ഉപ്പയമ്മയുടെ പറഞ്ഞിട്ടുണ്ടോ ലവ് സ്റ്റോറി എന്താന്ന്? ഇല്ലല്ലോ, ഉപ്പ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, ഇപ്പൊ പറയൂ കേട്ടോ. എന്നിട്ട് എന്തൊക്കെയാണ് അറിയാത്തതെന്ന് ചോദിച്ചോളട്ടാ. ഓക്കെ, പറഞ്ഞോ, എന്താണ് നിങ്ങളുടെ ലവ് സ്റ്റോറി? എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഞാനിങ്ങനെ വീഡിയോ കാണായിരുന്നു ഇക്കാന്റെ. സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കുറെ പേരുണ്ടല്ലേ. വെറുതെ ഇങ്ങനെ നമ്മളങ്ങനെയാണല്ലോ, നമ്മളുടെ വർക്ക് കഴിഞ്ഞാല് നമുക്ക് നാട്ടിലത്തെ ഇങ്ങനെ കുറെ വ്ളോഗ്സ് എല്ലാവരും കാണും, ഒരുപാട് ചാനൽ അങ്ങനെ കാണുന്ന കൂട്ടത്തില് ഇഷ്ടപ്പെട്ടത് മാത്രം അങ്ങനെ എടുത്ത് കാണുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ആഫ്രിക്കയില് ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്, വീട് പണിത് കൊടുത്ത. അപ്പം ആ വീഡിയോ കാണുന്നത്, അവിടുന്നാണ് ഒരു സ്പാർക്ക് വന്നത്. ആ ഒരു വ്യക്തിനോട് നമുക്കൊരു ഇഷ്ടം വരുമല്ലോ, അങ്ങനെ വന്നു തുടങ്ങിയ ഒരു റെസ്പെക്റ്റും അങ്ങനെ വന്നു തുടങ്ങി. പിന്നെന്താ, പിന്നെ യൂട്യൂബർ ആണല്ലോ, ഒരുപാട് പെൺകുട്ടികളുണ്ട്, അങ്ങനത്തെ ഒരു ചിന്താഗതി. അങ്ങനെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. അവിടെ കട്ട് സത്യം പറഞ്ഞാൽ എത്ര പിള്ളേർ മെസ്സേജ് ഉണ്ടായിരുന്നു? അല്ല, മെസ്സേജ് കുറെ വന്നിട്ടുണ്ട്. ഇല്ലല്ല, റിപ്ലൈ കൊടുക്കില്ല. എന്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യലുണ്ട്, അറിയാലോ. അല്ല, മുന്നേ കൊടുക്കാലോ. ഇല്ല ഇല്ല ഇല്ല, മുന്നെയാണെങ്കിൽ തപ്പാലോ, ഓള് ഇരുന്ന് തപ്പി എല്ലാം. പേടിയുണ്ട്, എനിക്ക് പേടിയുണ്ട്, അവള് തപ്പെന്നുള്ള പേടിയുണ്ട്. പേടിയുണ്ട്, ആ ഉമ്മേനെ പേടിയുണ്ടോ ഉപ്പയ്ക്ക്? എനിക്ക് അവൾക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല. ഓക്കെ. അപ്പോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്താ പറയാ, ഒരു വീഡിയോ ഇട്ട് പെണ്ണാലോചിക്കുന്നു പറഞ്ഞിട്ട്. അങ്ങനല്ല, ഒരു Q&A ആൾക്കാർ വീഡിയോ ഇട്ട അല്ല, ഒരു Q&A വീഡിയോ ഇട്ട് അതില് ലവർ ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞു. അല്ല, അപ്പൊ എനിക്ക് തോന്നുന്ന വീട്ടുകാരെ പ്രഷർ ഉണ്ടാവും, പെണ്ണിട്ട് എന്നുള്ള. ഡെയിലി 2-3 ഫോട്ടോ വെച്ചയക്കും. ആണോ? ഉമ്മക്ക് എവിടുന്ന ഫോട്ടോസ് ഇട്ടണേ? ഉമ്മക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നുമില്ലല്ലോ. അല്ല, ഞാന് മറ്റേ അതില് പൈസ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്തിരുന്നു. കാരണം പെണ്ണ് കിട്ടണ്ടേ, ഒരു പെണ്ണ് ഏത് കാണിച്ചു കൊടുത്താലും ഒരു വേണ്ട അറിയും. പൈസ പോയി. പൈസ പോയി. 10 രൂപ വീണ്ടും വിളിച്ചു അവര്, അതിന്റെ ടൈം കഴിഞ്ഞു. എന്നോട് പറഞ്ഞിട്ടാ, ഉമ്മാന്റെ പൈസ വെറുതെ കളയണ്ട, ടൈം ആകുമ്പോ റെഡി ആയിക്കോളൂ. പക്ഷെ നമുക്ക് ഉമ്മാർക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ ഈ രാവിലെ എങ്ങനെയാണ് ഉമ്മ മറ്റേ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നത്? ഡയറക്റ്റ് പോയി കാണിച്ചു? എല്ലാം ഓമിട്ട് ഉണ്ടാവില്ലല്ലോ ഓൾറെഡി. ഓനൊരു പോക്ക് പോയി 6 മാസം അങ്ങനൊക്കെ കഴിഞ്ഞിട്ടില്ല വരും. ഞാന്
ഡെയിലി ഓരോ ഫോട്ടോ ഇട്ട് കൊടുക്കും വാട്സപ്പിൽ. എന്നിട്ട് എന്താ ചോദിക്കുക ഈ കുട്ടി എങ്ങനെ ഉണ്ടെന്നാ? ഓൻ ചിലപ്പോൾ നോക്കുന്നില്ല, അത് ഏത് കാണിച്ചാലും വേണ്ട വേണ്ടെന്ന് പറയും. ഞാൻ തുറന്നു നോക്കലൊന്നുമില്ല, ഞാൻ അപ്പൊ തന്നെ വേണ്ട. അറ്റ്ലീസ്റ്റ് തുറന്ന് നോക്കണ്ടേ, ഉമ്മ പാവം എഫേർട്ട് എടുത്ത് അയക്കല്ലേ. അല്ല അങ്ങനല്ല, ഐ മീൻ തുറക്കം നോക്കും. അപ്പൊ എന്തോ ഉണ്ടായിരുന്നു എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതപ്പൊ ഞാൻ ചോദിക്കാൻ വിചാരിച്ചത് ഇത് എപ്പോ തുടങ്ങി എന്നുള്ളത്. അത് ഉപ്പ ചോദിക്കും, ഉപ്പയ്ക്ക് സംശയം ഉള്ളതൊക്കെ അപ്പപ്പ ചോദിച്ചു, ഇത് എപ്പോ തുടങ്ങി? അതാ അത് ചോദിക്കണം അവരോട്. 1.5 year ആയി. 1.5 വർഷമായിരുന്നു. അപ്പൊ എങ്ങനെയുണ്ട് കടക്കൂട്ടൽ വരുമ്പോ കറക്റ്റ് ആണോ? നമ്മളെ 10,000 രൂപ പോയി. വേറെന്താ, അത് ആദ്യം പറഞ്ഞെങ്കിൽ നമുക്ക് ഫുഡ് അടിക്കാൻ. അല്ല, ഓൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഉമ്മ പൈസ അടക്കണ്ട. അത് പറഞ്ഞു പൈസ അടക്കണ്ടെന്നൊക്കെ പറഞ്ഞു. എന്തായാലും നമുക്ക് അറിയുന്നില്ലല്ലോ, നമ്മളെ ആഗ്രഹം എന്താണ്, എവിടെന്നെങ്കിലും ഒന്ന് കിട്ടട്ടെ, എന്താ ഒന്ന് അടങ്ങി ഇവിടെ കുറച്ച് ഇവിടെ നിൽക്കട്ടെ എന്നൊക്കെ ഉദ്ദേശം ഉണ്ടാവില്ല. അപ്പൊ എന്നിട്ട് എന്താ പറഞ്ഞു, ഇഷ്ടമാണെന്ന് പറഞ്ഞു. അല്ല, അപ്പോഴാണ് വീഡിയോ വരുന്നത്. അപ്പൊ മനസ്സിലായി ആരും ഇല്ല. അപ്പൊ നമുക്ക് വെറുതെ നമ്മളുടെ ഇഷ്ടം ഒന്ന് പറഞ്ഞു നോക്കാം. ആ സമയത്ത് എൻ്റെ വീട്ടിലും കല്യാണം ആലോചിക്കുന്നുണ്ട്. കാരണം എൻ്റെ കോഴ്സ് ഓൾമോസ്റ്റ് കഴിയാറായി. അപ്പോൾ അവിടെ നിന്നും എന്ന് വെച്ചാൽ കഴിഞ്ഞ എൻ്റെ ഇക്കാക്കാൻ്റെ കല്യാണത്തിന് ഞാൻ നാട്ടിൽ വന്നായിരുന്നു. എന്നിട്ട് പോകുമ്പം ഇതന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇനി കല്യാണം കഴിക്കണം. അപ്പം ഇവരൊക്കെ എന്താ പറയുക, ഡോക്ടേഴ്സും അങ്ങനെയൊക്കെ, ഞാൻ മെഡിസിൻ ആയതുകൊണ്ട് അങ്ങനെയാണ് നോക്കുന്നത്. അപ്പം എനിക്ക് ഞാൻ പറഞ്ഞാൽ അങ്ങനെ എവിടെയും പോയിട്ടൊന്നുമില്ല. കോളേജ് ഇപ്പം റഷ്യയിലായാലും കോളേജ്, ഹോസ്റ്റല്, അങ്ങനെയൊക്കെ തന്നെ. അപ്പം ഇനി കല്യാണം കഴിക്കാൻ പോകുന്നൊരു വ്യക്തി എപ്പോഴും ട്രാവൽ ചെയ്യാനല്ല, നമ്മൾ കുറച്ച് വർക്ക് ചെയ്തിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് അങ്ങനെ പോവാൻ. അപ്പം അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് നമുക്ക് ഒരുപാട് കൺസെപ്റ്റുകൾ ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ എൻ്റെ വാപ്പയും ഉമ്മ നോക്കിയ പോലെ തന്നെ നോക്കണം. അങ്ങനെ എനിക്കെപ്പോഴും ഒരു സപ്പോർട്ട് വേണം, ഇങ്ങനെ എന്നാലേ ഞാൻ റെഡി ആവുള്ളൂ. അങ്ങനെ ഒരു ഫോഴ്സ് ലൈക്ക് ബാക്കിന്നൊരു പുഷ്. അതാണ് ആള് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ ഇടയ്ക്ക് കുറച്ച് ദേഷ്യപ്പെടുന്നുള്ളൂ. അത് പക്കാട്ടോ, ദേഷ്യം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ. ഇനി ഞങ്ങളുടെ പോയി വേലയ്ക്ക് പോയി. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്തായാലും പറയണം, ഇല്ലെങ്കിൽ പോയാലോ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്ത്, ഞാൻ യൂട്യൂബിൽ നിന്ന് നമ്പർ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്ത് മെസ്സേജ് അയച്ചത് എന്താ, എനിക്ക് മെസ്സേജ് അയക്കാൻ അറിയുന്നില്ല. അപ്പം ഞങ്ങളവിടെ ആർട്ടിക് റീജിയൻ ആയതുകൊണ്ട് ഫേമസ് ആയിട്ട് നോർത്തേൺ ലൈറ്റ്സാണ്. അപ്പം ട്രാവലർ ആണല്ലോ, അത് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. റഷ്യയിലോട്ട് വരുന്നുണ്ടോ, എന്നിട്ട് നോർത്തേൺ ലൈറ്റ്സിൻ്റെ പിക്ചർ അയച്ചു കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നുണ്ട്, പറയും ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന്. അപ്പം എന്നോട് ശരി ഓക്കെ, അതവിടെ കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം പിറ്റേ ദിവസമാണ് ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞു എൻ്റെ പേര് ഇങ്ങനെ ഷിൻഷിതയാണ്, ഇങ്ങനെ ഏജാണ്, ഇങ്ങനെ പ്രൊഫഷനാണ്, അപ്പം കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ, അങ്ങനെ അല്ല അങ്ങനെ തന്നെ പറഞ്ഞേ. കാരണം വേസ്റ്റ് ചെയ്യണ്ടല്ലോ ടൈം. അല്ല, ഞങ്ങൾ പ്രേമിച്ച് നടന്നിട്ടില്ല, ഇങ്ങനെ കാര്യം പറയാ, ഇല്ലെങ്കിൽ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ, അത് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. കാരണം പുള്ളി ഫേമസ് ആയ ഒരാള് വെറുതെ എന്തിനാ നമ്മളുടെ. ഇനി ഞാൻ ചോദിക്കട്ടെ, ആ കുട്ടി മെസ്സേജ് ചെയ്തപ്പോൾ എന്ത് മെസ്സേജാണ് സ്പാർക്ക് വന്നത്? ഇല്ല, റെഗുലറായിട്ട് ഇങ്ങനെ ഈ വീഡിയോ ഇട്ടതിന് ശേഷം പെൺകുട്ടികൾ ഇങ്ങനെ മെസ്സേജ് അയക്കും. അല്ല ഇതായിട്ട് പറയല്ല കേട്ടോ, തള്ളല്ല, ഞാൻ ചെക്ക് ചെയ്തപ്പോ കിട്ടിയിട്ടല്ലേ. അപ്പൊ ഞാൻ ആർക്കും റിപ്ലൈ കൊടുക്കൂല. കാണലുണ്ട്, നമുക്ക് കാണാലോ, തുറന്നാലാണല്ലോ അവര് സീനായി. അപ്പൊ ഞാൻ എന്താക്കും, അവോയ്ഡ് ചെയ്യും എല്ലാരും. പുള്ളിക്കാര് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അയച്ചു, ഇത്ര ഏജ്, ഇന്നാണ് പ്രൊഫഷൻ, മാരേജ് ആണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. അറിയില്ലല്ലോ ആരാ എന്താന്നൊന്നും അറിയില്ലല്ലോ. എന്നിട്ട് ആദ്യം തന്നെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുത്ത് നോക്കി ഇല്ലേ? നോക്കി ഓർമ്മയില്ല. അപ്പൊ ഞാൻ ഇപ്പൊ എന്തായിരുന്നു, സീരിയസ് ആണെങ്കിൽ എന്നാ നമുക്ക് വിളിച്ച് സംസാരിക്കാന്ന്. ആളെ അറിയണല്ലോ, പുള്ളിക്ക് എന്നെ അറിയാം, എനിക്ക് തിരിച്ചറിയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് ടൈം ആയിട്ട് അങ്ങനെ സംസാരിച്ചു. ഫോൺ നമ്പർ കൊടുത്ത് എന്താ സംസാരിച്ച ആദ്യം? അല്ല അന്ന് സംസാരിച്ചില്ല, അന്ന് ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. അന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഉറപ്പില്ല. അന്ന് രാത്രി സമയം ഇങ്ങനെ നോക്കും, പോകുന്നില്ല, വീണ്ടും നോക്കും, പോകുന്നില്ല, അങ്ങനെ നേരം വെളുപ്പിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം എന്നെ വിളിക്കണില്ല. ഇവിടെ എന്തോ പ്രോഗ്രാം ആയിരുന്നു അന്ന്, എന്തോ
ഫങ്ഷൻ. അത് കഴിഞ്ഞിട്ടൊക്കെ എന്നോട് എനിക്കൊരു മെസ്സേജ് വന്നു, അത് കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് കുറേ ഞാൻ എന്നിട്ട് അങ്ങോട്ട് വിളിച്ചു. അപ്പം എടുത്ത് ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് ഇങ്ങനെ ഷൈ ആയിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ അങ്ങനെ സ്റ്റാർട്ടായി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടാന്ന് പറഞ്ഞത് എപ്പോഴാ? അങ്ങനെ വല്ല മൊമെന്റ് ഉണ്ടായിരുന്നോ? ഇല്ല, ഇവള് ഇഷ്ടാന്ന് പറഞ്ഞേ. അപ്പം ഈ കാര്യം എൻ്റെ സുഹൃത്തുണ്ട് മനു, ഇവനോട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രമേ ഉള്ളൂ, അപ്പൊ ഞങ്ങൾ ഇവളെ ടെസ്റ്റ് ചെയ്യണം. അത് ഓനെ ആദ്യം പറയും ഏത് പെണ്ണിട്ടനക്ക് അതിനെ ഓളെ പറ്റി പഠിക്കണം എന്നുള്ളത്. കാരണം ഇവന് യൂട്യൂബർ ആണല്ലോ, ലോകം പല സ്ഥലത്ത് പോകുന്നു വരുന്നു, പല ആളുമായിട്ട് പരിചയപ്പെടുന്നു, പെണ്ണായാലും ആണായാലും ഒക്കെ. അത് ഓനെ ആദ്യം പറയലുണ്ട്. ആ പെണ്ണിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്, ഏത് പെണ്ണായാലും ഞാൻ എന്നിട്ട് കേട്ടുള്ളൂ. അല്ല അങ്ങനല്ല, അറിയില്ലല്ലോ ആരാണ്. അപ്പൊ ഞാൻ എന്താക്കി മാക്സിമം അവോയ്ഡ് ചെയ്ത് ഫുള്ള് കളിയാക്കാം. എന്നെ ഇൻസൾട്ട് ചെയ്ത് അങ്ങേയറ്റം എത്തിച്ച്. പോയിരുന്നെങ്കിലോ? നല്ലൊരു കൊച്ചില്ല അപ്പൊ പോയില്ല. നല്ല കൊച്ചായോണ്ട് അവള് പോയില്ല. അങ്ങനല്ല, എന്തോ ഒരു ഇഷ്ടമുള്ളതാണല്ലോ അങ്ങനെ വിളിക്കുന്നത്. ഈ ഉപ്പ പറയൂ എന്ത് തോന്നുന്നു പ്രണയകഥ കേട്ടിട്ട്? ഒരാള് വഴി തങ്ങൂലല്ലോ, അതന്നെയാണ് സംഭവം. ഒരാളത് വഴി തങ്ങൂലല്ലോ. ഓക്കെ, അല്ല എത്ര അവോയ്ഡ് ചെയ്തിട്ട് പിന്നെ വന്നല്ലോ. അതെ, അതുകൊണ്ടാണത്. അപ്പൊ ഉപ്പയുടെ കാലത്ത് ഈ ഫോൺ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടായിരുന്നെങ്കിലോ? ഒന്നുമില്ല. ഉപ്പ ഒരു യൂട്യൂബർ ഒക്കെ ആവുമായിരുന്നോ ആ കാലഘട്ടത്തിൽ? ഫോണിന്റെ അന്ന് ആകുമായിരുന്നു. ഇപ്പൊ തന്നെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. സപ്പോർട്ട് ചെയ്യാൻ ചാനൽ ചെയ്യാൻ തുടങ്ങണം, ഞാൻ വീഡിയോ എടുക്കണം, ഞാൻ എഡിറ്റ് ചെയ്യണം. എന്റെ തന്നെ എഡിറ്റ് ചെയ്യാൻ എനിക്ക് ടൈമില്ല. അത് ഞാൻ ചോദിക്കട്ടെ, എന്റേതല്ല, എന്റെ ചാനലിൽ എനിക്കെന്തും പറയാമല്ലോ. വേണം ഇഷ്ടമുള്ളത് കണ്ടാൽ മതി. എന്തായാലും താമസിയാതെ എന്റെ ഒരു ചാനൽ വരും. ഇപ്പൊ ഉപ്പയ്ക്ക് ഇതേപോലെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടായിട്ട് ഇതേപോലെ പെമ്പിള്ളേരൊക്കെ മെസ്സേജ് ചെയ്തിരുന്നെങ്കിൽ ഈ പയ്യനെ പോലെ നല്ല ഡീസന്റ് ആയിട്ട് റിപ്ലൈ കൊടുക്കാണ്ടിരിക്കുമായിരുന്നോ? ഞാൻ ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത സമയത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്, നേരിട്ട് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാ അത് എല്ലാം ചുമ്മാ പറഞ്ഞല്ലേ ഉള്ളത് തന്നെയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്രേമലേഖനങ്ങളാണോ? ലേഖനം കൊടുത്തിട്ടുണ്ട്, പിന്നെ തിരിച്ചു തന്നിട്ടുണ്ട്, നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ എന്നെ ഇഷ്ടമല്ലോ ചോദിച്ചു. അത് അന്നത്തെ കാര്യമാണ്, ഇന്നത്തെ കാര്യം അത് കഴിഞ്ഞു പോയി. അതൊന്നും ഒരിക്കലും ഇനി ഉണ്ടാവൂല. അല്ല പറയാ, അത് വിചാരിച്ച് ഈ പോവാൻ നിക്കണ്ട. എത്ര ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്? കുറച്ച് എഴുതിയിട്ടുള്ളൂ. ഉപ്പയുടെ ആദ്യത്തെ പ്രണയമായിരുന്നു സ്കൂൾ പ്രായത്തില്? അത് ഓർക്കാപ്പുറത്ത് വന്നതാണ് ഓരോന്ന്. നമ്മൾ അങ്ങോട്ടല്ല, അവര് അതൊക്കെ ചരിത്രങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും പറയണ്ട. മോശമായി തീരും. അതൊന്നുമില്ല, ഫണ്ണായിട്ട് എല്ലാരും ചിരിക്കുകയാണ്. ഓക്കെ, ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു? ഒന്ന് 10ാം ക്ലാസ് പഠിക്കുന്നു. യാസീനോട് ചോദിക്കണ്ടേ? അല്ല, യാസീനോട് ചോദിക്കണ്ടേ ഓന്റെ കാര്യം? ഇന്റർവ്യൂ മാറിപ്പോന്നു ഉദ്ദേശിക്കുന്നത്. 10ാം ക്ലാസ്സിലാണ് ആദ്യം ഇപ്പൊ കൊടുത്തിട്ടുള്ളൂ അല്ലേ? ഇടയ്ക്കൊരു ചിരിക്കാനോ അത്രേ ഉള്ളൂ, വേറെ ഒന്നുണ്ട്. ഇപ്പം ഹോൾ ഫാമിലി, അതായത് ഉപ്പ, ഉമ്മ, വൈഫ്, അതുപോലെ വൈഫിന്റെ അവരെല്ലാവരെയും കൂട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് എനിക്ക് പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ പോകും? എല്ലാവർക്കും ആഗ്രഹം ലക്ഷദ്വീപ് പോകാൻ. ലക്ഷദ്വീപ് പോകണമെന്നാണ്. ഈ ഞങ്ങള് ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് അടുത്ത് ലക്ഷദ്വീപ് പോവാ, എല്ലാരും കൂട്ടിട്ട്. ഐശ്വര, അന്നൊരു പൊളിക്കും അല്ലേ ഉപ്പ? അല്ല, ഇപ്പൊ പോണെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഈ കാലാവസ്ഥ ശരിയില്ല. മഴക്കാലത്ത് പോയാല് ഒരു രസം ഉണ്ടല്ലോ. ഉപ്പ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പോയി അത്രേ ഉള്ളൂ. അതല്ലേ ലക്ഷദ്വീപിൽ പോകുമ്പോഴുള്ള സ്വിമ്മിംഗ് സൂട്ട് ഒക്കെ വാങ്ങിയോ? യാത്രയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അവിടെ മറ്റേ സ്വിമ്മിംഗ് സൂട്ട് അങ്ങനത്തെ കുറെ സാധനങ്ങൾ വേണം. ഇവൻ പോയി വന്നതാ, മോൻ പോയി വന്നതാ. അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഉപ്പയ്ക്ക് എക്സൈറ്റ്മെന്റ് ഇല്ലേ? ഞാൻ എവിടെ വേണമെങ്കിലും പോകാൻ റെഡിയാണ്. ഓക്കെ, അപ്പോ എന്തൊക്കെ നമ്മൾ സംസാരിച്ചത്? ഇവിടെ ഉമ്മ ഇടയ്ക്ക് പറയുന്നത് ഇന്റർവ്യൂ ആണ്. അങ്ങനെ ഓർമ്മിപ്പിക്കേണ്ടി വന്നു ഇവിടെ. അതെന്തായിരുന്നു എല്ലാവർക്കും ടെൻഷൻ, പേടി, ഇതൊക്കെ ഇപ്പൊ എല്ലാം മാറിയില്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്റർവ്യൂ അതോടെ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു പറ? അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. ഫസ്റ്റ് തുടങ്ങുമ്പോ നല്ല ടെൻഷൻ ആയിരുന്നു, പിന്നെ
കൂളായി അല്ലേ നമ്മള്, അത്രേ ഉള്ളൂ. അപ്പൊ ഉപ്പയ്ക്ക് എന്തായാലും ചോദിക്കണ്ടായിരുന്നു, പക്ഷെ വിട്ടുപോയി, ഓർമ്മയില്ല. ഓക്കെ. സോ ഒരുപാട് സന്തോഷം. ആക്ച്വലി നിങ്ങളുടെ ഫാമിലി ഭയങ്കര രസമാണ് കേട്ടോ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണതും ഫണ്ണും എല്ലാം നല്ല രസമുണ്ട്. ഇതേപോലെ തന്നെ ലൈഫ് ഭയങ്കര ഹാപ്പി ആയിട്ട് പോട്ടെ. ഇനി നിങ്ങൾ ട്രാവൽ ചെയ്യട്ടെ. ആ ലക്ഷദ്വീപ് ട്രിപ്പ് നമ്മൾ യൂട്യൂബിൽ കാണണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓൾ ദി ബെസ്റ്റ്. ഇവരുടെ അടുത്ത് പിന്നെ പറയണ്ടല്ലോ. ഓക്കെ, അപ്പൊ ചാച്ച.